ആദ്യം സംസാരിച്ച സഖാവ് PS അനിൽകുമാർ, ഈ വാർഡിന്റെ മുൻ കൗൺസിലർ. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സഖാവ് ജമീല ശ്രീധരൻ, പാർട്ടിയുടെ ലോക കമ്മിറ്റി അംഗ സെക്രട്ടറി സഖാവ് AG ശശിധരൻ നായർ, പാർട്ടിയുടെ നേതാക്കന്മാരെ, LDF-ന്റെ നേതാക്കന്മാരെ, സഖാവ് മണ്ണാമുല്ല ഹരി, CPI-യുടെ ലോക കമ്മിറ്റി സെക്രട്ടറി, മറ്റ് LDF-ന്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ മണ്ഡലത്തിലെ 26 വാർഡുകളിൽ 13 വാർഡുകളിൽ വിജയിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. നഗരത്തിലെ 100 വാർഡുകളിൽ 53 വാർഡുകളിലും LDF-ന് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ കേവലം 44 പേരുടെ പിന്തുണ മാത്രമാണ് തിരുവനന്തപുരം നഗരസഭയിൽ LDF ഭരണസമിതിക്ക് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് അന്ന് മേയറായി പ്രവർത്തിക്കാനുള്ള ഒരു ചുമതല പാർട്ടി LDF എന്നെ ഏൽപ്പിക്കാൻ വേണ്ടി തയ്യാറായത്. അന്ന് എല്ലാവരും സൂചിപ്പിച്ചത് 6 മാസം ഈ ഭരണസമിതി മുന്നോട്ട് പോയാൽ നമുക്ക് കാണാം, അത്ഭുതപ്പെടാം എന്നുള്ള നിലയ്ക്ക് പലരും വർത്തമാനം പറയുകയുണ്ടായി. ആ ഭരണസമിതിയാണ് ഇന്നിപ്പോ 5 വർഷം അഭിമാനകരമായി പൂർത്തീകരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ 53 സീറ്റുകൾ കൃത്യമായി നേടിക്കൊണ്ട് കേവല ഭൂരിപക്ഷത്തോടുകൂടി ഈ തിരുവനന്തപുരം നഗരസഭയെ നയിക്കാൻ വേണ്ടി പോകുന്നത്. അത് തീർച്ചയായും കഴിഞ്ഞ 5 വർഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമായി കൂടി കാണുകയാണ്. പേരൂർക്കട വാർഡിനെ സംബന്ധിച്ച് ശ്രീ PS അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷം ഏറ്റവും മികച്ച വികസന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ വാർഡ് നടത്തിയിട്ടുള്ളത്. മേയർ എന്ന നിലയിലും MLA എന്ന നിലയിലും എനിക്ക് തോന്നുന്നൊരു 100ഓളം വരുന്ന ഉദ്ഘാടന ചടങ്ങുകളിൽ ഇവിടെ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാ ഇടവഴികളും നമ്മൾ ഇന്റർലോക്ക് ചെയ്തു, ഏകദേശം എല്ലാ റോഡുകളും നമ്മൾ ടാർ ചെയ്തു. ഇനി പൂർത്തീകരിക്കാൻ കേവലം കുറച്ച് ഇടവഴികളോ മറ്റോ മാത്രമായിരിക്കും ഇനി ബാലൻസ് ഉണ്ടാവുക. ആ നിലയിൽ ഈ പേരൂർക്കട വാർഡിന്റെ സമസ്ത മേഖലകളിലും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ശ്രീ PS അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കൃത്യമായ വികസന പദ്ധതികൾ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ സന്തോഷകരവും ആഹ്ലാദകരമായിട്ടുള്ള കാര്യം. ഇവിടെ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, LDF എപ്പോഴെല്ലാം അധികാരത്തിൽ വരുന്നുണ്ടോ അപ്പോഴെല്ലാം LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി എന്നാണ് നാട്ടുകാരോട് പറയാറുള്ളത്. ഈ ഗവൺമെന്റും അങ്ങനെ തന്നെയാണ്. പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടാണ് നമ്മളിപ്പോ ഇലക്ഷനെ നേരിട്ടത്. LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള 600ഓളം വരുന്ന വാഗ്ദാനങ്ങളിൽ 570 വാഗ്ദാനങ്ങളും ഈ 4ാം വർഷം നടപ്പിലാക്കി ആ പ്രോഗ്രസ് റിപ്പോർട്ട് അടിച്ച് ജനങ്ങളുടെ അടുക്കൽ കൊണ്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരടക്കം പറയുന്നത് എന്താ? പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ വോട്ട് വാങ്ങാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്, അത് നടപ്പാക്കാനുള്ള കാര്യങ്ങളല്ല എന്നാണ് BJP-യുടെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ പറയുന്നത്. ആ സന്ദർഭത്തിലാണ് സഖാവ് പിണറായി വിജയൻ ലോകത്തിന് തന്നെ മാതൃകയായി ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കി അത് പ്രിന്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുകൊടുത്ത് ഞങ്ങൾക്ക് ഇനിയും വോട്ട് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നത്. അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. തിരുവനന്തപുരം നഗരസഭ അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ LDF-ന്റെ ജില്ലാ കമ്മിറ്റി ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു. മുൻ മേയർ എന്ന നിലയിൽ കൂടിയാണ് ഞാൻ പറയുന്നത്. സ്മാർട്ട് സിറ്റി ആദ്യത്തെ 2 റൗണ്ട് മത്സരങ്ങളിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇന്ത്യയിലെ 100 നഗരങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ തിരുവനന്തപുരം നഗരം അതിനകത്ത് വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കഴിഞ്ഞ ഭരണസമിതി എല്ലാ നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും തിരുവനന്തപുരത്തുള്ള സമസ്ത വിഭാഗം ആൾക്കാരുടെയും സഹായത്തോടു കൂടി നടത്തിയിട്ടുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വലിയ നഗരങ്ങളുമായി മത്സരിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ 1ാം സ്ഥാനം നേടിക്കൊണ്ടാണ് സ്മാർട്ട് സിറ്റി പട്ടികയിലേക്ക് ഇടം പിടിക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. ഏറ്റവും മികച്ച നിലയിൽ ഇന്ത്യയിൽ ആദ്യമായി സ്മാർട്ട് സിറ്റി മത്സരത്തിൽ ഇലക്ട്രോണിക് വോട്ട് മെഷീൻ, നമ്മളെല്ലാം ഇലക്ട്രോണിക് വോട്ട് മെഷീൻ കാണുന്നത് തെരഞ്ഞെടുപ്പ് സമയത്താണ്. അതിൽ പേരെല്ലാം മറത്തി നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള ആ ദിവസമാണ് നമുക്ക് ഇലക്ട്രോണിക് വോട്ട് മെഷീൻ കാണാൻ വേണ്ടി കഴിയുന്നത്. അന്ന് തിരുവനന്തപുരം നഗരസഭ ഇലക്ഷൻ കമ്മീഷനോട് ഒരു അഭ്യർത്ഥന നടത്തി, ദയവായി ഞങ്ങളുടെ സ്മാർട്ട് സിറ്റി മത്സരത്തിന്റെ അഭിപ്രായ സർവേക്ക് ഇലക്ഷൻ കമ്മീഷന്റെ കൈവശമുള്ള ഇലക്ട്രോണിക് വോട്ട് മെഷീൻ വിട്ടുതരണം. അന്ന് എന്നെ പോലും അത്ഭുതപ്പെടും. ഞാനിത് പ്രതീക്ഷിച്ചുകൊണ്ടല്ല അപേക്ഷ കൊടുത്തത്, അത് തള്ളിക്കളയൂ എന്നുള്ളതായിരുന്നു എന്റെ ഒരു ധാരണ. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ അന്ന് അനുഭാവപൂർവ്വം അത് പരിഗണിക്കുകയും നമ്മൾ മത്സരം നടത്തിയിട്ടുള്ള എല്ലാ വാർഡുകളിലും ഈ ഇലക്ട്രോണിക് വോട്ട് മെഷീനുകൾ സ്ഥാപിച്ചുകൊണ്ട് കുട്ടികൾക്ക് വോട്ട് ചെയ്യാൻ അവസരം കൊടുത്തു. സാധാരണ 18 വയസ്സ് കഴിഞ്ഞവർക്ക് അതിൽ ഞെക്കാനുള്ള അനുവാദമുള്ളൂ. കുട്ടികൾക്കും അവസരം കൊടുത്തു. ഇലക്ട്രോണിക് വോട്ട് മെഷീനിൽ ആദ്യമായി 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ വോട്ട് ചെയ്യുന്ന ചരിത്രവും അവിടെ രേഖപ്പെടുത്തി. രണ്ടാമത്
വോട്ടിംഗ് പ്രക്രിയയ്ക്ക് അപ്പുറത്തേക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിനും തിരുവനന്തപുരം നഗരസഭ സാക്ഷ്യം വഹിച്ചു. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ പറഞ്ഞു ചെയ്യാൻ അങ്ങോട്ട് പോയി എടുത്ത് ചവിട്ടിവിട്ടേ അറിയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് നിഷേധിക്കാൻ പറ്റാത്ത നിലയിൽ ഈ മത്സരങ്ങൾ നടത്തി, വാർഡ് സഭകൾ 100 വാർഡുകളിൽ നടത്തി, എല്ലാവിധ കാര്യങ്ങളിലും നമ്പർ ഉണ്ടായിക്കൊണ്ടാണ് അവർക്ക് നിഷേധിക്കാൻ പറ്റാതെ പോയത്. 1ാം സ്ഥാനം തരേണ്ടി വന്നു. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. പിന്നീട് ശ്രീ ഓരാരോ പറഞ്ഞു ഞങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വന്നതെന്ന്. അപ്പൊ ഞാനതേത്തോട് പറഞ്ഞു, അത് പറയുന്നത് നല്ലത് തന്നെ, നല്ല കാര്യം തന്നെയാണ്. തിരുവനന്തപുരം നഗരത്തിന് കിട്ടുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഞാനിത് പറയുന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത നിലയിൽ അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തി, മത്സര നിബന്ധനകൾ പാലിച്ച്, എല്ലാ കാര്യങ്ങളിലും 1ാം സ്ഥാനത്തോടുകൂടി ആ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് 1ാം സ്ഥാനം കിട്ടിയത്. അതൊരു വലിയ കാര്യമല്ലേ? 1538 കോടി രൂപയുടെ പദ്ധതികളാണ് സ്മാർട്ട് സിറ്റിയിലൂടെ വരുന്നത്. ഇപ്പൊ ഇതിന്റെ പ്രസംഗം കേൾക്കുന്ന ചില ആൾക്കാർ പറയും ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയല്ലേ, നരേന്ദ്രമോദി തരുന്ന പദ്ധതികളല്ലേ എന്ന് പറയാം. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം കേന്ദ്ര പദ്ധതികൾ എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ട ഒന്നാണ്. കാരണം എന്താ? നമ്മൾ അടയ്ക്കുന്ന നികുതി പണമാണ് ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി വീതം വെച്ച് ആര് കൊടുക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത്. അല്ലാതെ BJPയുടെ ഓഫീസിൽ നിന്നും പ്രിന്റ് ചെയ്യുന്ന പണമല്ല ഇങ്ങോട്ട് തരുന്നത്. RSSന്റെ ഓഫീസിൽ നിന്നും പ്രിന്റ് ചെയ്യുന്ന പണമല്ല. ഞാനും നിങ്ങളുമൊക്കെ ഒരു തീപ്പെട്ടി വാങ്ങുമ്പോൾ പോലും അടയ്ക്കുന്ന നികുതിയുടെ വിഹിതം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായി കൊടുക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു നഗരസഭ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുകയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യത്തിൽ നമ്മളാണ് നമ്പർ 1. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് വെബ്സൈറ്റുകളിൽ നോക്കിയറിയാം. നേരത്തെ UPA ഗവൺമെന്റ് ശ്രീ മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന അവസരത്തിലാണ് ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ എന്ന് പറയുന്ന ജൻഡ്രം പദ്ധതി നടപ്പിലാക്കിയത്. ആ ജൻഡ്രം പദ്ധതിയിലാണ് മുട്ടത്തറയിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു വലിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നമ്മൾ സ്ഥാപിച്ചത്. 80 കോടി രൂപ മുടക്കിക്കൊണ്ട് മുട്ടത്തറയിൽ ഒരു സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കേരളത്തിലാകെ നമുക്ക് മാത്രമേ ഉള്ളൂ. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അതുപോലെ തന്നെ രാജീവ് ആവാസ് യോജന നിങ്ങൾക്കറിയാലോ. മൺമറഞ്ഞുപോയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള രാജീവ് ആവാസ് യോജന. ആ രാജീവ് ആവാസ് യോജനയിൽ നടപ്പിലാക്കിയ ഒരേ ഒരു പദ്ധതി തിരുവനന്തപുരത്ത് മതിപ്പുറത്ത്, വിഴിഞ്ഞത്തുള്ള മതിപ്പുറത്ത് നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഭവന സമുച്ചയങ്ങളാണ്. ഇന്ത്യയിൽ ആകെ നടന്നിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ BSUP, ബേസിക് സർവീസ് ഫോർ അർബൻ പൂർ എന്ന് പറയുന്ന BSUP, ആ പദ്ധതിയിലും ഇന്ത്യയിൽ വിജയിച്ച ഒരു പദ്ധതി എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയിൽ. എവിടെയാ? നമ്മുടെ കരിമടം കോളനിയിൽ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഫ്ളാറ്റുകളൊക്കെ ആ പദ്ധതി പ്രകാരമാണ്. അത് മാത്രമല്ല, നമ്മുടെ വാർഡുകളിൽ 100 കണക്കിന് വീടുകൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. ഈ നേരത്തെ UPA ഗവൺമെന്റ് ഇരിക്കുമ്പോഴും ഇപ്പൊ BJP ഗവൺമെന്റ് ഭരിക്കുമ്പോഴും ഒരു കാര്യമുണ്ട്, ഇത്തരത്തിലുള്ള പദ്ധതികൾ വാങ്ങിയെടുത്ത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിറവേറ്റുന്ന നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു യോഗം വിളിച്ചു. മേയർ എന്ന നിലയിൽ ഞാനും പങ്കെടുത്തിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞത്, ലൈഫ് പദ്ധതിയിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. നമുക്ക് 4 കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ട പണം നമ്മളത് വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്കൂടി അവകാശപ്പെട്ട പണമാണ്, അത് വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞത്, കേന്ദ്ര ഗവൺമെന്റ് 1.5 ലക്ഷം രൂപ മാത്രമാണ് ഒരു വീട് വെക്കാൻ വേണ്ടി ഒരു സംസ്ഥാനത്തിന് കൊടുക്കുന്ന തുക. അത് നഗരങ്ങളിൽ. പഞ്ചായത്തുകളിലോ 72,000 രൂപ കൊടുക്കുന്നുള്ളൂ. നമ്മൾ കൊടുക്കുന്നത് എത്രയാ? 4 ലക്ഷം രൂപയാണ്. അതാണ് വ്യത്യാസം. എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന BJPയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരും നേതാക്കന്മാരും ഒരു കാര്യം പറയാൻ വേണ്ടി തയ്യാറാവണം. നിങ്ങൾ ഭരിക്കുന്ന നാടുകളിൽ, BJPയും കോൺഗ്രസും ഭരിക്കുന്ന ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെ ഒരു വീട് വെക്കാൻ 4 ലക്ഷം രൂപ കൊടുക്കുമെങ്കിൽ നമുക്ക് തർക്കിക്കാം. ഇന്ത്യയിലാകെ കേരളത്തിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കൊച്ചു കമ്മ്യൂണിസ്റ്റ് കേരളം മാത്രമേ ഒരു 600 സ്ക്വയർ ഫീറ്റിൽ വീട് വെക്കാൻ വേണ്ടിയിട്ട് 4 ലക്ഷം രൂപ കൊടുക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം. അതാണ് പ്രത്യേകത. ആ പ്രത്യേകതയ്ക്കാണ് ജനങ്ങൾ വോട്ട് നൽകുന്നത്. ആ പ്രത്യേകതയ്ക്കാണ് ജനങ്ങൾ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലും അരിവാൾ നിൽക്കുന്നതിലും LDFന്റെ ഘടകകക്ഷികൾക്ക് വോട്ട് നൽകിയത്. അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് മറച്ചു വെച്ചിട്ടാണ് പലരും വർത്തമാനങ്ങൾ പറയുന്നത്. കാരണം ഇന്നിപ്പോ BJP മറ്റു കാര്യങ്ങളൊക്കെ നവമാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണങ്ങൾ ഇങ്ങനെ അഴിച്ചുവിടുകയാണ്. ഇതെല്ലാം നരേന്ദ്രമോദിയാണ് തരുന്നത്, ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളാണ് എന്നാണ് പറയുന്നത് അല്ലേ? ഒരു കുറ്റപത്രം ഇലക്ഷൻ സമയത്ത് വീടുകളിൽ അടിച്ച് വീടുകളിൽ കൊടുക്കാൻ വേണ്ടി ഒരു തയ്യാറായി. അതിൽ പറയുന്നത് എന്താ? മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നമ്മൾ കുഴപ്പമാണെന്ന് പറയുന്നത്. എനിക്കൊരു കുഴപ്പം തോന്നുന്നില്ല. കാരണം ഇവിടെ മാലിന്യം കൊണ്ടിടാൻ ഒരു സ്ഥലമില്ല. ഞാൻ പണ്ട് മേയറായി ചുമതലയെടുക്കുന്ന അവസരത്തിൽ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പറഞ്ഞു, മാലിന്യം മാറ്റണം, ജനങ്ങളുടെ പ്രധാന പരാതി അതാണ്. ഉടനെ ഉദ്യോഗസ്ഥന്മാരോട് എന്നോട് ചോദിച്ചു, സാറൊരു സ്ഥലം കാണിച്ചെന്ന് കൊണ്ടിട്ടോളാം. അപ്പൊ ഞാൻ പെട്ടു. എവിടെ കൊണ്ടിടാൻ പറയാന്? കാരണം അവരുടെ പ്രതിസന്ധിയാണ് പറഞ്ഞത്. അവര് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, സാറൊരു സ്ഥലം കാണിച്ചു തന്നാൽ ഞങ്ങൾ അവിടെ കൊണ്ടിട്ടോളാം. അങ്ങനെ കൊണ്ടു കാണിക്കാൻ പേരൂർക്കടക്കാർ സമ്മതിക്കും? പേരൂർക്കടയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം മാലിന്യം ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടെത്തിയാൽ നിങ്ങൾ വിടുമോ?
വിടൂലല്ലോ. ഇതാണ് ഈ തിരുവനന്തപുരത്തിലെ 100 വാർഡുകളിലെ സ്ഥിതി. ഒരു സ്ഥലങ്ങളിലും മാലിന്യം പെറുക്കിയെടുത്ത് ലോറിയിൽ കൊണ്ടുപോയി തട്ടാനുള്ള സൗകര്യമില്ല. അപ്പൊ എന്താ ചെയ്യുക? നമ്മൾ കൈയും കെട്ടി നോക്കിയിരിക്കുകയല്ലേ ചെയ്തത്. മാലിന്യം കുറയ്ക്കാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ചു. ഞാൻ അടുത്ത യോഗത്തിൽ വളരെ തയ്യാറെടുപ്പോടു കൂടിയാണ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിലേക്ക് പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ മാലിന്യം എടുക്കണ്ട, പകരം ആ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും പ്ലാസ്റ്റിക് എടുക്കാൻ പറഞ്ഞു. പ്ലാസ്റ്റിക് എടുത്തപ്പോ എന്താ സംഭവിച്ചത്? പ്ലാസ്റ്റിക് എടുത്തപ്പോ ആ അഴുകുന്ന മാലിന്യങ്ങൾ തറയിൽ കിടന്ന് നശിച്ചു, അല്ലെ? അത് കാക്കവത്തും മുഴുവരിക്കും ജീർണിക്കും, അതില്ലാതാവും, വളമായി മാറും. പ്ലാസ്റ്റിക് നമ്മൾ അങ്ങ് മാറ്റിയപ്പോൾ തന്നെ പകുതി പ്രശ്നം തീർന്നു. അങ്ങനെയാണ് നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ ഇനിഷ്യേറ്റീവ് ഏറ്റവും ശക്തമായി ഈ നഗരത്തിൽ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. തുടർന്ന് നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകൾ നമ്മൾ നടത്തി. ആറ്റുകാൽ പൊങ്കാലയിലെ ഗ്രീൻ പ്രോട്ടോകോൾ, ഇന്ത്യ ന്യൂസിലൻഡ് ക്രിക്കറ്റ് മത്സരം നടന്നപ്പോൾ നടപ്പാക്കിയിട്ടുള്ള ഗ്രീൻ പ്രോട്ടോകോൾ, എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി സിസ്റ്റം, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള 20 തരം സാധനങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുന്ന, ശേഖരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു നഗരം നമ്മുടേതാ. നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കണം. ചുമ്മാ ഒരു മാജിക് കാണിച്ച് നമ്മൾ മാലിന്യം ഇതാക്കിയതല്ല. ഞാൻ ഈ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾക്ക് അതിശയോക്തി ഉണ്ടോ? ഈ പേർക്കട അമ്പലമുക്ക് ജംഗ്ഷനിൽ എവിടെയെങ്കിലും മാലിന്യം കുന്നുകൂടി കിടക്കുന്നുണ്ടോ? ചില സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം നഗരത്തിൽ വിളപ്പിശാല എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് മാലിന്യം കൊണ്ടുപോകുന്ന സമയത്തിൽ 45 ലോറികളിൽ 450 ടൺ മാലിന്യമാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്ലാന്റ് ഉണ്ട സമയത്ത്. അത് പ്ലാന്റ് ഇല്ലാതായാലും മാലിന്യം ഉണ്ടാവുമല്ലോ. ആ ഉണ്ടാകുന്ന മാലിന്യങ്ങളൊന്ന് കൂട്ടി നോക്കി 2011 മുതൽ 2020 അവസാനം വരെ നിങ്ങളൊന്ന് കൂട്ടി നോക്കിയ ഒരു ദിവസം 450 ടണ്ണാണെങ്കിൽ ഈ ഇത്രയും വർഷത്തെ മാലിന്യം എത്രയായിരിക്കും? അത് ഒരു എവറസ്റ്റ് കൊടുമുടിയായി എവിടെയെങ്കിലും കിടക്കട്ടെ? അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ചില ആൾക്കാർ ചില മാലിന്യം കാണിച്ചത് ഇത് മാലിന്യം അല്ലേ എന്ന് ചോദിച്ചതായി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ രാജ്യതലസ്ഥാനമായിട്ടുള്ള ദില്ലി, ആ ദില്ലിയിൽ മാലിന്യം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ദില്ലിയിൽ പോയിട്ടുള്ള നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദിസ്പൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ദില്ലിയിൽ. ദിസ്പൂർ, ആ ദിസ്പൂർ എന്ന് പറയുന്ന ദില്ലിയിലെ സ്ഥലത്ത് എവറസ്റ്റ് കൊടുമുടി പോലെയാണ് മാലിന്യം കിടക്കുന്നത്. ആ എവറസ്റ്റ് കൊടുമുടി കിടക്കുന്ന മാലിന്യം പൊട്ടിത്തെറിച്ച് 4 പേർ മരിച്ച വാർത്ത നിങ്ങൾ പത്രത്തിൽ കണ്ടുകയാണ്. ഏകദേശം 6 മാസം മുമ്പ് കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചതാണ്. മാലിന്യമല തീപിടിച്ച് സ്ഫോടനമുണ്ടായി. ആ സ്ഫോടനത്തിൽ ഈ മാലിന്യങ്ങളെല്ലാം കൂടെ യമുന നദിയിൽ വീണ് അവിടുത്തെ ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വായിച്ചതാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ഇപ്പൊ തിരുവനന്തപുരത്തില്ല. നമ്മുടെ ആമയിഴഞ്ച തോട് ശുചീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു, തെറ്റിയാർ തോട് ശുചീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടാണ് ഈ തിരുവനന്തപുരത്ത് മാലിന്യത്തിന്റെ അളവ് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. ഞാൻ ഇല്ലാതാക്കിയെന്നല്ല പറയുന്നത്, അളവ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അത്തരം പ്രവർത്തനങ്ങൾ തുടരാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, അങ്ങനെ ജനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകളിലൂടെയാണ് ഈ നഗരത്തെ മാലിന്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച നിലയിലേക്ക് മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഒരുപാട് വെല്ലുവിളികൾ നമുക്കുണ്ടായിരുന്നു. ആ വെല്ലുവിളികൾ ഓരോന്നോരോന്നായി തരണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അത് മാത്രമല്ല, വികസനത്തിന്റെ കാര്യത്തിൽ 100 വാർഡുകളിലും ഒരേപോലെ വികസനം കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. ഞാൻ നേരത്തെ PS അനിൽകുമാറിന്റെ കാര്യം പറഞ്ഞു. അതേ മാതൃകയിൽ ഈ തിരുവനന്തപുരം നഗരത്തിൽ 100 വാർഡുകളിലും വികസനം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെയും കൂടി ഒരു പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള വലിയ വിജയമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അതിന് ഇടയാക്കിയിട്ടുള്ള ഈ പേർക്കട വാർഡിലെ എല്ലാ LDF പ്രവർത്തകന്മാരോടും നമുക്ക് വോട്ട് ചെയ്തിട്ടുള്ള വോട്ടർമാരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചും നമ്മൾ ഒരുപാട് വികസനങ്ങൾ നടത്തുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ബൈ ഇലക്ഷൻ നമ്മളിവിടെ മത്സരിക്കുമ്പോൾ ഈ വട്ടിയൂർക്കാവിന്റെ റോഡുകളുടെ സ്ഥിതി എന്തായിരുന്നു? എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. ഞാൻ പല തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ചെന്ന് മൈക്കെടുത്ത് കൈവച്ചിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരോട് പറയുമ്പോൾ, ഞാൻ ജയിച്ചു വന്നാൽ ഇത് ഈ കുഴി മൊത്തം തരാം എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ വേറൊന്നും പറയാനുള്ള സമയം നമുക്കില്ല. ആകെ 17 മാസമാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു വന്നാൽ നമുക്ക് കിട്ടുന്നത്. ആ 17 മാസം കൊണ്ട് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വട്ടിയൂർക്കാവിലെ സമ്മതിദായകരോട് നമ്മൾ പറയുകയുണ്ടായി. ഇപ്പൊ എന്താ സ്ഥിതി? 84 റോഡുകളുടെ പണികൾ നമ്മൾ ഇതിനോടകം പൂർത്തീകരിച്ചു. ഏകദേശം 65ഓളം റോഡുകൾ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ സെഞ്ചുറിയും കഴിഞ്ഞ് 150ലേക്ക് പോകും. അങ്ങനെ വളരെ കൃത്യമായി റോഡുകളുടെ കാര്യത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. എത്രയോ നാളുകളായി മുടങ്ങിക്കിടന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പദ്ധതികൾ സ്ഥലമേറ്റെടുക്കുന്ന നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. പേർക്കടക്കാരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സമ്മാനം LDF ഗവൺമെന്റ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മുടങ്ങിപ്പോയ പേർക്കട ഫ്ലൈ ഓവർ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി 106 കോടി രൂപ ഈ LDF ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരം നിങ്ങളെ അറിയിക്കുകയാണ്. ആ പേർക്കട മേൽപ്പാലം യാഥാർത്ഥ്യമാകുമ്പോൾ ഈ പേർക്കട ജംഗ്ഷനിലും അമ്പലമുക്കിലും അനുഭവിക്കുന്ന ഗതാഗത കുരുക്ക് വളരെയധികം പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. അത് യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വ്യാപാരികൾക്ക് മറ്റുമൊക്കെ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. കാരണം അവർക്കെതിരെ ബുദ്ധിമുട്ടുകൾ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകും.
അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന വ്യാപാരികളെ നമ്മൾ പ്രതിനിധീകരിക്കും. ഞങ്ങൾ ആരെയും വഴിയാധാരാക്കുന്ന ഗവൺമെന്റ് അല്ല ഈ LDF ഗവൺമെന്റ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടി ഈ സന്ദർഭത്തെ വിനിയോഗിക്കുകയാണ്. ഇപ്പൊ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാർക്ക് 3.5 ഏക്കർ സ്ഥലം എടുത്തുകൊണ്ട് അവിടെ കൊമേഴ്സ്യൽ കോംപ്ലക്സ് നിർമ്മിച്ച് ആ കൊമേഴ്സ്യൽ കോംപ്ലക്സിൽ അവർക്ക് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ പൈസ കൊടുക്കുന്നതിന് പുറമെ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നവർക്ക് അവിടെ ഷോപ്പിംഗ് മാളുകൾ കൂടി കൊടുക്കുകയാണ്. അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള അവസരം കൂടി കൊടുക്കുക. അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തത്. ഇതാണ് LDF ഗവൺമെന്റ് നയം എന്ന് പറയുന്നത്. ആ നയമാണ് ഇന്ത്യയിൽ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മുടങ്ങിപ്പോയ നാഷണൽ ഹൈവേ അടക്കമുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുകയാണ്. ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. നമ്മൾ പറഞ്ഞ എല്ലാ വാഗ്ദാനവും നടപ്പാക്കുകയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തെ സംബന്ധിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്ന അമ്പലമുക്ക് റോഡ് അതിന്റെ അവസ്ഥ എന്തായിരുന്നു അല്ലെ? നേരത്തെ അതിന്റെ അവസ്ഥ എന്തായിരുന്നു? ടാറ് ഇടും, ടാറ് പൊട്ടും, ഇന്റർലോക്ക് ഇടും, ഇന്റർലോക്ക് പൊട്ടും, മഴവെള്ളം ഒലിച്ച് പാവപ്പെട്ട കടക്കാരുടെ വീടുകളിലേക്കും അല്ലെ മറ്റ് വീടുകളിലേക്കും പോകും. പൈപ്പ് പൊട്ടൽ നിത്യസംഭവം. ഇപ്പോഴും ഉണ്ട്, പൈപ്പ് പൊട്ടുന്നുണ്ട്, ഇനി ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പലപ്പോഴും പൊട്ടുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഓരോന്നോരോന്നായി പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഈ പേരക്കട പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം വലിയ തലവേദനയായിരുന്നല്ലോ. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മുടെ അരുവിക്കരയിൽ 70 കോടി രൂപ മുടക്കിക്കൊണ്ട് 75 MLD കപ്പാസിറ്റിയുള്ള ഒരു ജലശുദ്ധീകരണ പ്ലാന്റ് ഞങ്ങളുടെ കാലത്ത് അത് പണി ആരംഭിച്ചു. ഇപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ജനുവരി 15 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് തിരുവനന്തപുരത്തുകാർക്ക് സമർപ്പിക്കുകയാണ്. നമുക്ക് വെള്ളം തരാൻ വേണ്ടിയ പ്ലാന്റ് ആരാ ചെയ്യുന്നത്? തിരുവനന്തപുരം നഗരസഭയാണ് ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരസഭ 75 കോടി മുടക്കിയിട്ടാണ് അരുവിക്കരയിൽ തിരുവനന്തപുരത്തിന് കുടിവെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലാന്റ് ആരംഭിക്കുന്നത്. അതിന്റെ പണി പൂർത്തീകരിച്ചു. അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും എണ്ണി പറയാൻ വേണ്ടി ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നില്ല. എന്തായാലും പേരക്കടക്കാരെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് നടപ്പാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു വരുന്നത്. അതിന് നാട്ടുകാരുടെയും സഹകരണം വരണം. വട്ടിയൂർക്കാവ് ജംഗ്ഷന്റെ ഭാഗമായി മണ്ണാമ്പുഴ മുതൽ ഇങ്ങോട്ടുള്ള പേരക്കട ജംഗ്ഷൻ വരെയുള്ള റോഡ് 18 മീറ്ററായി വികസിപ്പിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ ജനങ്ങളൊരു നല്ല സഹകരണം വരണം. ഇത് ഇനി വരുന്ന LDF ഗവൺമെന്റ് പൂർത്തീകരിക്കാൻ തക്ക നിലയിൽ നിങ്ങളുടെ ഒരു സഹകരണം ഉണ്ടാകണം, സഹായം ഉണ്ടാകണം എന്നുകൂടി അഡ്വാൻസായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം LDF ഗവൺമെന്റ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഗവൺമെന്റാണ് അല്ലെ. കോവിഡ് വന്നപ്പോൾ നമ്മളാരും പട്ടിണിയായില്ലല്ലോ. നമ്മൾ അവരുടെ വീടുകളിൽ ഭക്ഷണം കൊണ്ട് കൊടുത്തു, നമ്മൾ അവരുടെ വീടുകളിൽ അരി സൗജന്യമായിട്ട് കൊടുത്തു, നമ്മൾ നാട്ടുകാരുടെ വീടുകളിലേക്ക് സൗജന്യമായി കിറ്റുകൾ കൊടുത്തു. ഇപ്പോൾ ജനുവരി 1 മുതൽ പെൻഷൻ വാങ്ങുന്നത് 1500 രൂപയാണ്. നിങ്ങൾ അറിഞ്ഞല്ലോ, പിണറായി ഗവൺമെന്റ് പറഞ്ഞ ഒരു വാഗ്ദാനം വരുന്ന ജനുവരി മാസം 1 മുതൽ നടപ്പാക്കുകയാണ്. 600 കടന്ന പെൻഷൻ 1500 രൂപയാക്കുകയാണ്. അടുത്ത 4 മാസം കൂടി കിറ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജനക്ഷേമം നൽകുന്ന ഒരു ഗവൺമെന്റാണ് ഈ കേരളം ഭരിക്കുന്നത്. ആ ഗവൺമെന്റിനൊപ്പം തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിച്ചു എന്നുള്ളത് തീർച്ചയായും ഞങ്ങളെപ്പോലുള്ള LDFന്റെ പ്രവർത്തകന്മാർക്ക്, നേതാക്കന്മാർക്ക്, LDFന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതിനിടയാക്കിയ ഈ നാട്ടിലെ എല്ലാ സമുദായകരോടും വോട്ടർമാരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് സഖാവ് ജമീല ശ്രീധർ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ പേരക്കട വാർഡിൽ നിന്നും വിജയിക്കാൻ വേണ്ടി ഇടയായി. അതിനിടയാക്കിയ പേരക്കട വാർഡിലെ സമുദായകരോട് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ള ഈ സ്വീകരണ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുഭാവത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചെന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.